ഹേ ഓൾ, ഇന്നത്തെ കാലത്ത് എ ഐ പറ്റി കേൾക്കാത്തവരോ എ ഐ പറ്റി യൂസ് ചെയ്യാത്തവരോ എണ്ണം വളരെ കുറവായിരിക്കും. അതിപ്പോൾ ChatGPT, ജെമിനി പോലത്തെ എ ഐ ടൂളായാലും ഓർ വെബ്സൈറ്റ്സിലും മൊബൈൽ ഫോൺസിലും സ്മാർട്ട് ഫോൺസിലൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള എ ഐ ആയാലും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എ ഐ യൂസ് ചെയ്യാത്തവരെണ്ണം ഇപ്പോൾ വളരെ കുറവാണ്. ആൻഡ് ഓൾസോ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ പാനിക് ആവുന്നതും എ ഐ എന്നൊരു ടേമിനോടെയാണ്. നമ്മൾ ആ ഫ്യൂച്ചർ എന്താവും, നമ്മൾ എത്ര വരെ ജോലി പോകും, നാളെ നമ്മൾ എങ്ങനെ ജീവിക്കും, എങ്ങനെയാണ് എ ഐ ഹ്യൂമൻസിന് റീപ്ലേസ് ചെയ്യാൻ പോണേ. സോ അങ്ങനെ ഒരു 1000 ക്വസ്റ്റ്യൻസാണ് ഡെയിലി എ ഐ പറ്റി വന്നുകൊണ്ടിരിക്കുന്നതും ആൻഡ് ലോട്ട് ഓഫ് പാനിക് ഇൻ ദ മാർക്കറ്റ്. ആൻഡ് ബട്ട് ഓൺ ദ സെയിം സൈഡ് മാർക്കറ്റിൽ ഡാറ്റ സയൻസ് എ ഐ എഞ്ചിനീയേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അവരെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് എ ഐ, എന്താണ് എജൻറ്റിക് എ ഐ, എന്താണ് ജനറേറ്റീവ് എ ഐ, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്തായിരിക്കും ഭാവി, ഇതെങ്ങനെ നമ്മളെ ജോലിയെ ഇമ്പാക്റ്റ് ചെയ്യും, ഇതെങ്ങനെ നമ്മളെ ജീവിതത്തെ ഇമ്പാക്റ്റ് ചെയ്യും. സോ വെൽക്കം ടു സെനറ്റ് ഓഫ് അനലിറ്റിക്സ് മലയാളം. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഐ? സോ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ദാറ്റ് ഹാസ് എ ഹ്യൂമൻ ഇൻ്റലിജൻസ് ദാറ്റ് ക്യാൻ ലേൺ, പ്രോബ്ലം സോൾവ് ആൻഡ് ടേക്ക് ഡിസിഷൻസ് ആർ കോൾഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് ഉണ്ട്. അത് ഹ്യൂമൻസിനെ പോലെ പഠിക്കും, പാറ്റേൺസ് മനസ്സിലാക്കും, അത് എന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം, ഡിസിഷൻ മേക്ക് ചെയ്യും. സോ അതിനെയാണ് ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡെഫിനേഷൻ 100% ട്രൂ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്താണെന്ന് വെച്ചാൽ നാളെ ഫ്യൂച്ചറിൽ ഈ ഡെഫിനേഷൻസ് മാറാം. ഈ ഡെഫിനേഷൻ ആയിരിക്കത്തില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡെഫിനേഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ട് നമ്മൾ ആദ്യമായിട്ട് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച കാൽക്കുലേറ്റർ വളരെ അഡ്വാൻസ്ഡ് ആണെന്നായിരുന്നു അന്നത്തെ ജനറേഷൻ്റെ ആളുകൾ വിചാരിച്ച്. പിന്നെ കമ്പ്യൂട്ടർ വളരെ അഡ്വാൻസ്ഡ് ആയി ആൻഡ് കമ്പ്യൂട്ടർ കീപ്പ് ഓൺ ഇവോൾവിങ് ആൻഡ് അതിന് നമ്മൾ വളരെ ഇൻ്റലിജൻസ് ആണ്, ഹ്യൂമൻ ബ്രെയിൻ ആണെന്ന് പറഞ്ഞു, ഭയങ്കര ഇൻ്റലിജൻ്റ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ നമ്മൾ ഡാറ്റ സയൻസിലൊക്കെ വർക്ക് ചെയ്യണവർക്കറിയാം, കുറേ നാൾ ഒരുപാട് കാലഘട്ടത്തോളം മെഷീൻ ലേണിങ്ങിനെയും ഡീപ്പ് ലേണിങ്ങിനെയൊക്കെ ആളുകൾ എ ഐ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് കാലം മാറി. ഇന്ന് ഒരിക്കലും ഒരാളും മെഷീൻ ലേണിംഗ് അറിയാമെന്നുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മെഷീൻ ലേണിങ്, ഡീപ്പ് ലേണിങ് ഇത് എന്ത് ചെയ്താലും നമ്മളിപ്പോൾ അതിന് എ ഐ എന്ന് പറയുന്നില്ല. ഇന്ന് എ ഐ എന്ന് റെഫർ ചെയ്യണത്, എ ഐ എന്ന് ആരെടുത്ത് പറഞ്ഞാലും അവരെ മനസ്സിൽ ആദ്യം വരുന്നത് ChatGPT അഥവാ ജെമിനി അതേപോലത്തെ ജനറേറ്റീവ് എ ഐസ് ആണ് ഇന്ന് എല്ലാവരെയും മനസ്സിൽ വരുന്നത്. സോ ആരെടുത്തും ഇപ്പോൾ ഒരു കുട്ടിയായിക്കോട്ടെ, ഒരു മുതിർന്ന ഒരാളായിക്കോട്ടെ, നമ്മൾ പോയിട്ട് എ ഐ ആണെന്ന് പറഞ്ഞാൽ അവർ ആദ്യം പറഞ്ഞ ChatGPT അഥവാ ജനറേറ്റീവ് എ ഐ പോലത്തെ ഏതെങ്കിലും ഒരു ടൂളിൻ്റെ പേരായിരിക്കും. പക്ഷേ ഫ്യൂച്ചർ അതായിരിക്കത്തില്ല. ജനറേറ്റീവ് എ ഐ മാറിയിട്ട് ഇനി എജൻറ്റിക് എ ഐ ആയിരിക്കും ഫ്യൂച്ചർ. സോ എ ഐയിൽ പെർട്ടിക്കുലർ ഡെഫിനേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ ഡെഫിനേഷൻ ഉണ്ട്, പക്ഷെ നാളെ വേറൊരു ഡെഫിനേഷൻ ആയിരിക്കും. എന്താണ് ജനറേറ്റീവ് എ ഐ? ജനറേറ്റീവ് എ ഐ അല്ലെങ്കിൽ ജെൻ എ ഐ അത് ഫ്യൂച്ചറല്ല, അത് പ്രസൻറ്റാണ്. സോ മിക്കവരും നമ്മൾ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ മിക്കവരും ജെൻ എ ഐ എന്തായാലും യൂസ് ചെയ്ത് കാണും. അതിപ്പം ChatGPT ആയാലും ജെമിനി ആയാലും അതെല്ലാം ഒരു ജെൻ എ ഐയുടെ എക്സാമ്പിൾസ് ആണ്. സോ നമ്മളെല്ലാവരും ഡേ ടു ഡേ ബേസിൽ മേ ബി ChatGPT യൂസ് ചെയ്യുന്നതായിരിക്കും. ഗൂഗിളിൻ്റെ ജെമിനി മിക്ക ഫോൺസിലും ഇപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ആണ്. അതേപോലെ കോപൈലറ്റ്, ബിങ്, ഇതേപോലെ ഒരുപാട് ജെൻ എ ഐ ടൂൾസ് ഇന്ന് മാർക്കറ്റിലുണ്ട്. സോ മിക്കവരും എവിടെയെങ്കിലും ഇതൊക്കെ ഓൺ ഡേ ടു ഡേ ബേസിസിൽ യൂസ് ചെയ്ത് കാണും. സോ അതാണ് ജെൻ എ ഐ. ജെൻ എ ഐ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഹ്യൂമൻസ് യൂസ് ചെയ്യാൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെ റൈറ്റ് ചെയ്യാൻ വേണ്ടി, കോഡ് റൈറ്റ് ചെയ്യാൻ വേണ്ടി, ഇമേജ് ജനറേഷൻ. സോ റീസെൻ്റ്ലി ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. സോ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, വീഡിയോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഇതെല്ലാം പണ്ട് നമ്മളിപ്പോൾ ഒരു എസ്സേ ആണെങ്കിൽ ഇരുന്ന് എഴുതിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഒരു ഇമെയിൽ. സോ ഇമെയിൽ എഴുതാൻ വേണ്ടി 1 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നൊരു ഇമെയിൽ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഫുള്ള് റെഡിയായി ഇമെയിൽ അയക്കാറുണ്ട്. സോ അതിനൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ജെൻ എ ഐ യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണെങ്കിൽ ആൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, വീഡിയോ, ഇമേജ്, ഇതെല്ലാത്തിനും വേണ്ടിയാണ് ഇന്നത്തെ കാലത്ത് ജെൻ എ ഐ യൂസ് ചെയ്യുന്നത്. സോ എന്താണ് ജെൻ എ ഐ എന്ന് പറഞ്ഞാൽ, ജെൻ എ ഐ എന്ന് പറയുമ്പോൾ അതൊരു കണ്ടൻറ്റ് ക്രിയേഷൻ എ ഐ ആണ്, അല്ലെങ്കിൽ ഒരു ജനറേറ്റീവ് എ ഐ ആണ് വിച്ച് നീഡ്സ് ഹ്യൂമൻ ഇൻ്റർഫേസ്. സോ ജെൻ എ ഐ ഒരിക്കലും ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവത്തില്ല, അതിനൊരു ഹ്യൂമൻ്റെ പ്രോംപ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അതാണ് നമ്മളെപ്പോഴും എ ഐ അല്ലെങ്കിൽ ChatGPT യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോംപ്റ്റ് എഴുതി കൊടുക്കുക എന്ന് പറയുന്നത്. സോ എപ്പോഴും ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി പ്രോംപ്റ്റ് വേണം. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആവാം, ചിലപ്പോൾ ഒരു സിനാരിയോ പഠിപ്പിച്ചു കൊടുക്കണേ ആവാം. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ലൈക്ക്, നിങ്ങളൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, അത് പാറ്റേൺ മനസ്സിലാക്കുന്നു, നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് തരുന്നു. സോ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ ഇതെങ്ങനെ ട്രെയിൻ ചെയ്തേക്കുന്നത് വെച്ചാൽ ഇതൊരു ലാർജ് ലാംഗ്വേജ് മോഡലാണ്. സോ ഒരു LLM മോഡൽ എന്ന് പറയും. സോ ഓൺ ഹിസ്റ്റോറിക് ഡാറ്റ ഇതിനെ ട്രെയിൻ ചെയ്യും. ഇതിനെ ട്രെയിൻ ചെയ്തിട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ
എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ ആ പ്രോംപ്റ്റിനെ പാറ്റേൺ വെച്ചത് മാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ആ പ്രോംപ്റ്റിന് മാച്ച് ആവുന്ന ഒരു ആൻസറിനെ കൊണ്ടുതരാം. അതാണ് ജെൻ എ ഐ എന്ന് പറയുമ്പോൾ. സോ അതിനൊരു ഹ്യൂമൻ ഇൻ്റർഫേസ് എന്തായാലും വേണം. ഇതിനൊരു യൂസ് കേസ് അല്ലെങ്കിൽ ഇതെങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പോൾ കോഡ് ചെയ്യണവർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഡാറ്റാ സയൻസിൽ, അനലറ്റിക്സിൽ, ഏത് ഫീൽഡ് വർക്ക് ചെയ്യുന്നവരായാലും ഇപ്പോൾ എല്ലാവരും ഇത് ഡേ ടു ഡേ ബേസിസിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളൊരു കോഡ് എഴുതണം, ആ കോഡ് ഡീബഗ് ചെയ്യാൻ ദിവസങ്ങൾ വേണ്ട. ആ കോഡ് ജസ്റ്റ് ജെൻ എ ഐ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു GPT ടൂളിൽ ഇട്ട് കൊടുത്താൽ അത് അപ്പം തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസേഴ്സ് തരും. നിങ്ങൾക്ക് ഒരു കോഡ് എഴുതാൻ അറിയത്തില്ല, അത് നിങ്ങൾക്ക് കോഡ് ഫുള്ളായിട്ട് തരും. സെയിം വേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീബഗ് ചെയ്യണം, അത് സെക്കൻഡ്സിനകം നിങ്ങൾക്ക് ഡീബഗ് ചെയ്ത് തരും. ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, അത് നിങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് തരും. നിങ്ങളെ തിങ്കിങ് സ്കിൽ ജെൻ എ ഐ ചെയ്തു തരും. നിങ്ങളെ പ്രോബ്ലം സോൾവിങ് സ്കിൽ അത് ജെൻ എ ഐ ചെയ്തു തരും. പക്ഷേ ഇവിടെ എല്ലായിടത്തും ഒരു ഹ്യൂമൻ ഇൻ്റർഫേസ് വേണം, ഒരു ഹ്യൂമൻ്റെ ഇൻപുട്ട് വേണം. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്താൽ മാത്രമേ ജനറേറ്റീവ് ആയി നിങ്ങൾക്ക് ഔട്ട്പുട്ട് തരത്തുള്ളൂ. സോ ഇത് നിങ്ങളെ വർക്ക് 50% കുറയ്ക്കും. പക്ഷേ 100% ഓട്ടോമേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജെൻ എ ഐ കാരണം ആളുടെ ജോലി പോകുമെന്ന് ചോദിച്ചാൽ അപ് ടു എ ലിമിറ്റ് ഇല്ല. എന്നു വെച്ചാൽ ഇവിടെ എല്ലാ ഹ്യൂമൻ്റെ ആവശ്യമുണ്ട്. ഹ്യൂമൻ ഇല്ലാതെ ജെൻ എ ഐ വർക്ക് ആവത്തില്ല. ഇറ്റ്സ് ലൈക്ക് ഒരു ഇൻ്റലിജൻ്റ് ഉണ്ട്, പക്ഷേ അത് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അൺലെസ് ആൻഡ് അൺടിൽ ഒരു ഹ്യൂമൻ പോയി അതിനെ യൂസ് ചെയ്യാതെ അത് യൂസ് ആവത്തില്ല. സോ ജെൻ എ ഐ കാരണം ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ജോലി പോകുമെന്ന് ചോദിച്ചാൽ മേ ബി 1%, 2% കുറയുമായിരിക്കും. പക്ഷേ മെജോറിറ്റി ഓഫ് ദ ആളുകളുടെ ജോലി ജെൻ എ ഐ കാരണം അത്രയ്ക്ക് ഇമ്പാക്റ്റ് വരത്തില്ല. ഇമ്പാക്റ്റ് എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പണ്ടൊരു ഫേമിൽ 2 സീനിയർ ഡെവലപ്പറും 4 ഇൻറ്റേർണേയും എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. ഇന്ന് വേണമെങ്കിൽ ആ 2 ഇൻറ്റേർണിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് അവിടെ നമുക്ക് ജെൻ എ ഐ യൂസ് ചെയ്യാം. ബിക്കോസ് ദേ ക്യാൻ റൈറ്റ് ദ കോഡ് ഫാസ്റ്റ്. സീനിയർ ഡെവലപ്പേഴ്സിന് തന്നെ കോഡ് ഫാസ്റ്റായിട്ട് എഴുതാം, ഫാസ്റ്റായിട്ട് ഡീബഗ് ചെയ്യാം, ഫാസ്റ്റായിട്ട് എല്ലാം ചെയ്യാം. സോ സ്മോൾ ലിമിറ്റിൽ ജെൻ എ ഐ ജോലിക്ക് ഇമ്പാക്റ്റ് ആക്കാം. ബട്ട് ഓൺ എ ലാർജ് സ്കെയിൽ ജെൻ എ ഐ അത്ര ഇമ്പാക്റ്റ് ചെയ്യത്തില്ല ജോലികളെ. സോ ദാറ്റ്സ് ഇൻ ഷോർട്ട് അബൌട്ട് ജെൻ എ ഐ. ജെൻ എ ഐയുടെ ഡേ ടു ഡേ എക്സാമ്പിൾസ് ചോദിച്ചാൽ ചാറ്റ് GPT ഒരു വലിയ എക്സാമ്പിൾസാണ്. അതേപോലെ ഡെയിൽ ഇ, അങ്ങനെ ഒരുപാട് കോണ്ടന്റ് ക്രിയേഷൻ AIs ഇന്ന് അവൈലബിൾ ആണ്. അതേപോലെ നമ്മൾ ചാറ്റ് ബോട്ട്സ് ഒക്കെ കാണാറുണ്ട്. സോ ചാറ്റ് ബോട്ട്സ് ആർ ലൈക്ക് ജെൻ എ ഐ. സോ ജെൻ എ ഐസ് ആർ ചാറ്റ് ബോട്ട്സ്. പിന്നെ AIs അസിസ്റ്റൻസ്, ഇതെല്ലാം ആക്ച്വലി ജനറേറ്റീവ് AIs ആണ്. എന്താണ് അജന്റിക് AI? സോ അജന്റിക് AI ഫ്യൂച്ചറാണ്. ഈവൻ ഇന്ന് ഒരുപാട് കമ്പനീസിൽ R&D നടക്കുന്നുണ്ട്. ഒരുപാട് കമ്പനീസ് ഹെവിലി ഇൻവെസ്റ്റഡ് ആണ് അജന്റിക് AI ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഈവൻ ടുഡേ ഓൾസോ ലൈക്ക് സം പ്ലേസസ് അജന്റിക് AIs ആർ യൂസിങ്. ബട്ട് പബ്ലിക്കിന് അത്ര റീച്ചബിൾ ആയിട്ടുള്ള സ്ഥലത്തല്ല അജന്റിക് AI ഇന്നത്തെ നിലയിലുള്ള. ബട്ട് ഇൻ ഫ്യൂച്ചർ മേ ബി ഇൻ നെക്സ്റ്റ് 2 to 3 years അജന്റിക് AI വളരെ വ്യാപകമായിട്ട് മാർക്കറ്റിലെത്തും. സോ എന്താണ് അജന്റിക് AI എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അജന്റിക് AI ഒരു ഓട്ടോണമസ് അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് AI എന്ന് വേണമെങ്കിൽ പറയാം. വേർ ഇറ്റ്സ് ലൈക്ക് ഹ്യൂമൻ്റെ ആവശ്യമില്ല. സോ ഒരു ഹ്യൂമന് ജസ്റ്റ് ഗോൾ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, ആൻഡ് ദ AI ഏജൻറ്റ്സ് വിൽ ഡു ദാറ്റ് ഫോർ യു. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു വിദേശ ട്രിപ്പ് പോകണം. സോ ജനറേറ്റീവ് AI എടുത്ത് ചോദിക്കാൻ എനിക്ക് വിദേശ ട്രിപ്പ് പോകണം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ജനറേറ്റീവ് AI പറയും നിങ്ങൾ X നമ്പർ ഓഫ് തിങ്സ് പാക്ക് ചെയ്യൂ, ടിക്കറ്റ് ഇവിടെ എടുക്കൂ, അതെടുക്കൂ, ഇതെടുക്കൂ, ആൻഡ് ലൈക്ക് ഇറ്റ് വിൽ ഗൈഡ് യു. ബട്ട് അതേ സ്ഥലത്ത് അതേ സെയിം ക്വസ്റ്റ്യൻ പറയുകയാണ് എനിക്ക് നെക്സ്റ്റ് മന്ത് യൂറോപ്പിൽ പോകണം. സോ അജന്റിക് AI വിൽ ചെക്ക് നെക്സ്റ്റ് മന്ത് എപ്പോഴാണ് നിങ്ങൾ അവൈലബിലിറ്റി ഉള്ളത്. ഇറ്റ് വിൽ ബുക്ക് ക്യാബ് ഫോർ യു, ഇറ്റ് വിൽ ബുക്ക് എയറോപ്ലെയിൻ ഫോർ യു, ഇറ്റ് ബുക്ക് ഹോട്ടൽസ് ഫോർ യു, ആൻഡ് ഇറ്റ് ക്യാൻ ബുക്ക് എവറിത്തിങ് ഫോർ യു ആൻഡ് മേക്ക് യുവർ ലൈഫ് വെരി കംഫർട്ടബിൾ. സോ നമ്മൾ ജസ്റ്റ് ഗോൾ പറഞ്ഞു കൊടുത്തു, എനിക്ക് അടുത്ത മാസം ഇവിടെ പോകുന്നു. ആൻഡ് അജന്റിക് AI അല്ലെങ്കിൽ AI ഏജൻറ്റ്സ് ഡിഡ് ഓൾ ദ ജോബ് ഫോർ യു. സോ അതാണ് ഇൻ വെരി സിമ്പിൾ ടേം അജന്റിക് AI എന്ന് പറയുകയാണെങ്കിൽ. ടെക്നിക്കലി പറയുകയാണെങ്കിൽ that operates with minimal human oversights to achieve any human goals. സോ അത് ഓട്ടോണമസ് ആയിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യും, ഓട്ടോണമസ് ആയിട്ട് തന്നെ ഗോൾ അച്ചീവ് ചെയ്യുകയും ചെയ്യും. അതാണ് അജന്റിക് AI എന്ന് പറഞ്ഞാൽ. സോ ഇത് ഫ്യൂച്ചറാണ്. ഇപ്പം സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും കേട്ടാണ് ഡെവിനി AI കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഡെവിനി AI ലോഞ്ച് ആയായിരുന്നു, അല്ലെങ്കിൽ ഓട്ടോ GPT ലോഞ്ച് ആയായിരുന്നു. സോ ഡെവിനി AI എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, യു വോണ്ട് ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യണം, ഒരു ടൂൾ ക്രിയേറ്റ് ചെയ്യണം. സോ ജസ്റ്റ് ടെൽ ദാറ്റ് ഡെവിനി AIയുടെ അടുത്ത് എനിക്ക് ഇങ്ങനെ ഒരു റീസൺ ഉണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഫുഡ് ഡെലിവറിക്ക് വേണ്ടി ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. സോ അവിടെ ഒരു ഡെവലപ്പർ ഇരുന്നിട്ട് കോഡ് എഴുതി UI ക്രിയേറ്റ് ചെയ്തിട്ട് ഡീബഗ് ചെയ്ത് എന്നാ കമ്പൈൽ ചെയ്ത് റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഡെവിനി AIയുടെ അടുത്ത് ജസ്റ്റ് നിങ്ങൾ ഇത്ര മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, എനിക്ക്
ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണം. സോ ഡെവിനായി ഓട്ടോമാറ്റിക്കലി കോഡ് എഴുതി അതിനെ ടെർമിനലിൽ ഇട്ട് റൺ ചെയ്ത് ഡീബഗ് ചെയ്ത് UI ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫൈനൽ ഒരു ഔട്ട്പുട്ടായിട്ട് തരും. അതാണ് ഡെവിനായി ചെയ്യാൻ പോകുന്നത്. സിമിലർലി വേറെ ഒരുപാട് ഏജൻറ്റിക് AIs ഇൻ മാർക്കറ്റിലുണ്ട്. ഈവൻ മെറ്റേര ഫൗണ്ടർ റീസെൻ്റ്ലി പറഞ്ഞായിരുന്നു they are heavily investing on agentic AI and they are going to make all their coding jobs through AI. So they are going to use agentic AI. അതാണ് agentic AI സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ. ഇന്നത്തെ കാലത്ത് agentic AI എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെരി സിമ്പിൾ എക്സാമ്പിൾ സെൽഫ് ഡ്രൈവിംഗ് കാർസ്. സോ ടെസ്ല പോലത്തെ സെൽഫ് ഡ്രൈവിംഗ് കാർസിൽ ഒരു ഡ്രൈവർ ഇരുന്ന് കാർ ഡ്രൈവ് ചെയ്യുകയോ ഡയറക്ഷൻ കൊടുക്കുകയോ ആവശ്യമില്ല. ജസ്റ്റ് ടെൽ ദ ലൊക്കേഷൻ വേ യു വാണ്ട് ടു ഗോ ആൻഡ് agentic AI ഉള്ള സെൽഫ് ഡ്രൈവിംഗ് കാർസ് നിങ്ങൾ ആ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിക്കും. സോ agentic AI there in the market and it's going to be the future. ആൻഡ് മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സെയിം തിങ്. agentic AIക്ക് ഒരു ഹ്യൂമൻ ഇൻ്റർഫേസിൻ്റെ ആവശ്യമില്ല, പക്ഷേ ജനറേറ്റീവ് AIക്ക് ഒരു ഹ്യൂമൻ ഇൻ്റർഫേസിൻ്റെ ആവശ്യമുണ്ട്. ഒരു പ്രോംപ്റ്റിൻ്റെ ആവശ്യം agentic AIക്ക് ഇല്ല, പക്ഷേ ജനറേറ്റീവ് AIക്ക് ഒരു പ്രോംപ്റ്റിൻ്റെ ആവശ്യമുണ്ട്. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ, നാളെ എങ്ങനെ agentic AI നമ്മളെ ജോബിനെ ഇമ്പാക്റ്റ് ചെയ്യും? നമുക്ക് ജോബ് ലോസ് ഉണ്ടാവുമോ? ഡെഫിനറ്റ്ലി ദ ആൻസർ ഈസ് യെസ്. ഡിപ്ലോമാറ്റിക്കായിട്ട് ഒരുപാട് ആൻസേഴ്സ് കാണാം. എന്ന് വെച്ചാൽ ജോബ് പോകത്തില്ല, ജോബ് ട്രാൻസ്ഫോം ആവും, സോ യുവർ ജോബ് വിൽ നോട്ട് ഗോ. മില്യൺസ് ഓഫ് ജോബ് ക്രിയേറ്റ് ആവും, ഇത് ട്രാൻസ്ഫോം ആവും. സോ അപ് ടു എ ലിമിറ്റ് അത് സത്യമാണ്, കുറേ ന്യൂ ജോബ് ക്രിയേറ്റ് ആവും. പക്ഷേ അതെല്ലാവർക്കും വേണ്ടി ക്രിയേറ്റ് ആവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ജോബ് ലോസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ടാവും. സോ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്ക് പണ്ട് 6,000 എംപ്ലോയീസിനെ വേണമായിരുന്നെങ്കിൽ ഇനി അവർക്ക് ചിലപ്പോൾ 3,000 എംപ്ലോയീസ് മതിയായിരിക്കും. സോ ഇഫ് യു ആർ ഓൺ ദ ടോപ്പ് 10%, 20%, 30%, യുവർ ജോബ് ഈസ് സേഫ്. ബട്ട് ഇഫ് യു ആർ ഓൺ ദ ബോട്ടം 10%, 20%, സോ നിങ്ങൾ അപ്സ്കിൽ ചെയ്തേ പറ്റത്തുള്ളൂ. ഇനിയുള്ള മാർക്കറ്റിൽ നിങ്ങൾ അപ്സ്കിൽ ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ജെൻ AI ആൻഡ് agentic AI നിങ്ങളെ റീപ്ലേസ് ചെയ്യും. അത് റിയാലിറ്റിയാണ്. നിങ്ങൾ എത്ര അല്ലെന്ന് പറഞ്ഞാലും അതാണ് റിയാലിറ്റി. സോ agentic AI എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഒരു AI വർക്കിംഗ് വിത്തൗട്ട് ഹ്യൂമൻ ഇൻ്റർഫേസ് ടു അച്ചീവ് യുവർ ഗോൾ. സോ അതാണ് agentic AI. ആൻഡ് വെരി ബിഗ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫ്യൂച്ചർ, ജെൻ AI ഓർ agentic AI? ഈവൻ നമുക്ക് വേണമെങ്കിൽ പറയാം agentic AI ആണ് ഫ്യൂച്ചർ എന്ന്, പക്ഷേ ജെൻ AI വിൽ ബി ദെയർ. സോ ഇനി ഫ്യൂച്ചർ വരാൻ പോകുന്ന ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻസ് ആയിരിക്കും. സോ ഇറ്റ്സ് ലൈക്ക് തിങ്കിങ് യാ സ്മാർട്ട് ജെൻ AI പ്ലസ് ആ AI ഏജൻറ്റ്സ് വിച്ച് ഡസ് ദ ജോബ് ഫോർ യു. സോ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ജെൻ AI പ്ലസ് agentic AI ആണ് ഫ്യൂച്ചർ.